ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശനാനന്ദമായി സ്ഥിതി ചെയ്തിടും. ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ആനന്ദമായി സ്ഥിതി ചെയ്തിടും. അകതാരത്തിലെയും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശൂഭയായി വാണിടും. അകതാരിൽ സ്ഥിതി ചെയ്യും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശോഭയായി വാണിടും. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവിനാൽ അറിയുക മനസ്സെന്താണെന്ന്, അറിവായി കരുതിയതെന്തെല്ലാമെന്ന്, അറിവായി കരുതിയതെന്തെല്ലാമെന്ന്. അവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. അവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി സ്ഥിതി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി സ്ഥിതി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. സൃഷ്ടിച്ച സൃഷ്ടിതാവേ അങ്ങേ സ്തുതിച്ചിടുന്നേ. സൃഷ്ടിച്ച സൃഷ്ടിതാവേ അങ്ങേ സ്തുതിച്ചിടുന്നേ. സൃഷ്ടിച്ച സൃഷ്ടിതാവേ അങ്ങേ സ്തുതിച്ചിടുന്നേ. ആശ്രയമല്ലാതെ ആരുമില്ലേ.
കരുണാനിധേ എൻ്റെ കരുണാനിധേ അങ്ങേ കരുണയാണെൻ്റെ ജന്മം കരുണാനിധേ കരുണയാണെൻ്റെ ജന്മം കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാമെൻ്റെ കർമ്മം കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാമെൻ്റെ കർമ്മം കരുണാസൂര്യൻ ഉദയമായി വന്ന് നിയമമാകുന്ന പ്രകാശത്തെ കർമ്മമായി ദാനം ചെയ്ത് ഉന്നത വാഴ്ച നടത്തുന്ന അത്യുന്നതമായ അവതാര കർമ്മ വാഴ്ച നടത്തുന്ന ഉന്നതമായ ഈ സമയത്ത് ഈ സവിധത്തിൽ എത്തിച്ചേരുവാനും ഈ ആദർശത്തെ സ്വീകരിപ്പാനും ഇപ്രകാരം ഒത്തുചേർന്ന് ജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച പുനോമന സന്താനങ്ങളെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ഈ വിധം ഒത്തുചേർന്ന് കാണുവാൻ അനുവാദവും അനുഗ്രഹവും അവസരവും ഒരുക്കി തന്ന മഹാശക്തിയെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരാധന ആരംഭിക്കാം. ഉന്നതമാകുന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ ആരാധന നടത്തിയത്. സർവത്ര പ്രാർത്ഥനകളാണ് നമ്മുടെ ആരാധനയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ ഈ നേർച്ച സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു. പ്രധാനമായുള്ളവയൊക്കെ എടുത്തു പറയുന്നു. എന്നാൽ സൂക്ഷ്മാവസ്ഥയിൽ അനേകം പ്രാർത്ഥനകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം ഇതിൽ ചേർക്കുന്നു. എന്നാൽ അതിനെല്ലാം ഉപരിയായി ലോകോപകാരമായ ഒരു മഹാപ്രാർത്ഥന അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരാധന നടത്തിയത്. എന്തായിരുന്നു അത്? യുദ്ധം ഒഴിവാകണം, ശാന്തിയും സമാധാനവും ലോകത്തിൽ കളിയാടണം. ഒട്ടൊരാശ്വാസം ഈ ആരാധനയ്ക്ക് മുൻപ് തന്നെ നമുക്ക് അനുഭവമായി വന്നത് മഹാശക്തിയുടെ കാരുണ്യമാണ് എന്ന് തിരിച്ചറിവുള്ളവർ ഒന്ന് കൈയുയർത്തിക്കൊണ്ടാകും. ആ കാരുണ്യം എന്നും അനുഭവിക്കുവാൻ തക്ക വിധം മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തിയുടെ തിരുവുള്ളം കനിഞ്ഞ് പ്രസാദിക്കുമ്പോൾ മാത്രമേ ഈ അനുഭവ ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതല്ല. നിർബന്ധിച്ച് ചോദിച്ചു വാങ്ങിക്കാനോ കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കാനോ ഒന്നും പറ്റുന്ന കാര്യമല്ല. സവിശേഷമായ ഭക്തി ഓരോ ഹൃദയങ്ങളിലും നിലനിർത്തിക്കൊണ്ട് ഉന്നതമായ ജീവിതം നയിച്ചാൽ തീർച്ചയായും ആ കാരുണ്യം അനുവദിക്കും. അങ്ങനെയാണ് ഇത് അനുവദിക്കുന്നത്. പല ആളുകളും പലപ്പോഴും പരാതികളും പരിഭവങ്ങളും അല്പം അസൂയാവഹമായ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇന്നാരൊക്കെ പറഞ്ഞാലേ ഭഗവാൻ കേൾക്കുകയുള്ളൂ, ഇന്നാര് പറയുന്നത് ഭഗവാൻ അനുസരിക്കുകയുള്ളൂ. അങ്ങനൊന്നുമില്ല. ഇന്നാരെന്നോ ഇന്നിടത്തെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. യാതൊരു ഭേദവുമില്ലാത്ത ഒരു വസ്തു പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. എങ്ങനെയാണ് ഒരാളിൻ്റെ ഒരപേക്ഷയെ സ്വീകരിക്കുന്നത്, എങ്ങനെയാണ് ഒരാളിന് അനുഭവഭാഗ്യം എത്തുന്നത് എന്ന് ഒരു തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഭക്തി കൊണ്ട് ഈശ്വരനെ സ്വാധീനമാക്കിയിടുവാനായി, ഭക്തി കൊണ്ട് ഈശ്വരനെ
ഭക്തി കൊണ്ട് ഈശ്വരനെ സ്വാധീനമാക്കിടുവാനായി ഭക്തി കൊണ്ട് ായി മാർഗമുള്ള പോലെ ഭക്തർക്കറിയാം മാർഗമുള്ള പോലെ ഭക്തർക്കറിയാം ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ സ്വാധീനമാക്കാൻ പറ്റുകയുള്ളൂ. എങ്ങനെയുള്ള ഭക്തി? കപടഭക്തിയാണോ? നിർമ്മിത ഭക്തിയാണോ? അല്ല, സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ആ സ്വയംഭായ ഭക്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. എന്നാൽ അറിവില്ലാത്ത ഭക്തിയുണ്ട്. ഭഗവാനാണ് ഒരു തിരിച്ചറിവ് ഉള്ളത്തിലങ്ങുണ്ടായാൽ വേറെ ഒന്നിനെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിലും അങ്ങ് ഭക്തിയാണ്. അങ്ങനെയുള്ളവർക്കും ശക്തി ഭവിക്കാറുണ്ട്. പക്ഷെ അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അങ്ങനെ ഭക്തി വർദ്ധിച്ച് ശക്തി ഭവിച്ചാൽ ബോധം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിവില്ലാതെ പോയാൽ പല കുഴപ്പങ്ങളിലും പോകും. അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഭക്തിയുടെ ഒരു പ്രത്യേകത അതാണ്. ഭക്തി ശക്തി അങ്ങ് സ്വീകരിക്കും. ഇപ്പം നമുക്ക് അറിവോടുകൂടിയ ഭക്തിയാണ് എപ്പോഴും പ്രാപ്തമായി നമ്മൾ തന്നെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിതം ചെയ്ത് ഇതിനെ അനുഭവിക്കുവാനുള്ള ഒരു സുഖാനുഭവം നമ്മൾ നിലനിർത്തി തരുന്നത്. അപ്പം നമുക്ക് അറിവ് ആദ്യം ഉണ്ടാവണം. ആ അറിവിൽ കൂടി നമ്മൾ ഭക്തി നിലനിർത്തണം. ആ ഭക്തി നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശമായി തീരുകയാണ്. അവിടെയാണ് ഭക്തൻ പരിപൂർണൻ മനം ഉൾക്കണ്ണു തെളിഞ്ഞോൻ അക്കണ്ണു തെളിഞ്ഞിടുകിൽ മുക്തി പ്രവാഹം എന്ന് ഭഗവാൻ കൽപ്പിച്ചത് അതുകൊണ്ടാണ്. ആ സ്ഥിരപ്രകാശം നിത്യപ്രകാശം ഭവിച്ചു കഴിഞ്ഞാൽ മുക്തിപ്രവാഹമാണെന്ന് പറഞ്ഞാൽ ആ ആൾ പിന്നെ വേറൊരു അന്ധകാരത്തിലേക്കും പോവുകയില്ല, നേരെ ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് അങ്ങ് ചേരുകയാണ്. മാത്രവുമല്ല ആ ആൾ പോകുന്ന വഴിയിലെല്ലാം ആ പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. ആ പ്രകാശം അങ്ങനെ വിതറിക്കൊണ്ടേയിരിക്കും. ആ ആൾ പോലും അറിയുകയില്ല ആ പ്രകാശം അങ്ങനെ. വിളക്ക് നമ്മൾ ടോർച്ച് കത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ടോർച്ച് അറിയുന്നുണ്ടോ എവിടൊക്കെയായി പ്രകാശം പോയി തട്ടുന്നത്? അതിന് കൃത്യമായി അറിയില്ല. അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പോകുന്ന വഴിയെല്ലാം ആ പ്രകാശം കിട്ടും. ആരിലെല്ലാം അത് സ്വീകരിക്കപ്പെടുന്നു അവരിലെല്ലാം ആ പ്രകാശം നിലനിൽക്കും. അപ്പോൾ ഉന്നതമാകുന്ന ആ പ്രകാശത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന ഒരു അറിവ് നമ്മളിൽ ഉണ്ടായാൽ സ്വയംഭായ ഭക്തി നമ്മളിൽ നിലനിൽക്കും. ആ ഭക്തി കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ സ്വാധീനമാക്കാൻ പറ്റുന്നത്. ആ ഭക്തി നമ്മളിൽ സ്ഥിരപ്പെട്ട് കിട്ടുന്നതിനുള്ള വഴിയാണ് ഈ ഒരുക്കുന്നതെല്ലാം. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഓൺലൈനിൽ പ്രാർത്ഥന നടത്തുന്ന ദിനമായിരുന്നു. അപ്പം അതിൽ കൂടുതൽ ആളുകൾ ഇന്നലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. സാധാരണയിൽ കൂടുതൽ ആളുകൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള സന്താനങ്ങളെ ചേർത്ത് നടത്തുന്നതാണ്. പതിവിൽ കൂടുതൽ ആളുകൾ ഇന്നലെ നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എന്താ കാരണം? എന്തെങ്കിലും വിശേഷ ദിവസമായിരുന്നു ഇന്നലെ ആണോ? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ആൾ കൂടിയത്? ഒരു ഭയം, ദൈവമേ ഇസ്രായേൽ വല്ല ഇതുവഴി വന്നാലോ, എപ്പോഴാ ഒരു ദുർബുദ്ധി ആർക്കാ തോന്നുന്ന അറിയില്ലല്ലോ. ഞങ്ങളിവിടെ വന്ന് കിടന്ന് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു. യുവന്മാർ തമ്മിലെല്ലാം കൂടി ഇങ്ങനെ മത്സരിച്ച് ഏതെങ്കിലും വന്ന് ഇങ്ങോട്ടും കാണാൻ വന്നു പോയെങ്കിലോ ഭഗവാനെ ഒരു ആശ്രയം. അപ്പോൾ എന്തു പറ്റി? പ്രാർത്ഥനയ്ക്ക് ആൾ കൂടി. അപ്പോൾ ഈ ദുഃഖം, ഈ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഇതൊക്കെ എന്തിനു വെച്ചിരിക്കുന്നതാണ്? ആശ്രയം ഉണ്ടാക്കാൻ തന്നെ വെച്ചിരിക്കുന്നതാണ്. അതെന്താ ദൈവം അങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? അല്ല, ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ ആത്മാവും രൂപാന്തരപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ നിഷ്കളങ്കാത്മാവ് ലോകത്തിൽ വന്ന് മർത്യശരീരത്തെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതം ആരംഭിച്ചപ്പോൾ പല വിധത്തിലുള്ള കളങ്കങ്ങൾ ആത്മാവിലേക്ക് കടന്നു. ആ കളങ്കം മുഴുവൻ മാറണമെങ്കിൽ നിന്നിലൊരു ശുദ്ധീകരണം നടത്തപ്പെടണം.
അതിന് നിനക്ക് ഈശ്വരാരാധന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ആ ആരാധനാ മാർഗത്തിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന അപൂർവമല്ല അത്യപൂർവമായ ജന്മങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ ഭക്തി വിട്ട് ഒരിക്കലും ഒരു കാര്യത്തിനും പോവുകയില്ല. ഈ അറിവ് വിട്ട് ഒരു കാര്യത്തിനും പോവുകയില്ല. ദുഃഖം വരുമ്പോൾ മാത്രമല്ല നമുക്ക് ആശ്രയിക്കാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു സന്തോഷം വന്നു, ഒരു കാര്യം ഉന്നതമായി നടന്നു. ഇപ്പോൾ കാർത്തികയും മകയിരവും നമ്മൾ നടത്തി, ഗംഗേമമായി നടത്തി, നമ്മുടെ ഗവർണർ ഉൾപ്പെടെ വന്നതിൻ്റെ എല്ലാ ഗുണലാവണ്യങ്ങളും വർദ്ധിപ്പിച്ചങ്ങനെ നടത്തി. നമുക്ക് അഹങ്കരിക്കാനാണോ? അല്ല, അവിടെ വീണ്ടും നമ്മൾ ആശ്രയിക്കുകയാണ്. ദൈവമേ, നിൻ്റെ കാരുണ്യമാണല്ലോ ഇതെല്ലാം. വീണ്ടും ആ കാരുണ്യം കുറവുകൂടാതെ ചൊരിയണേ എന്ന് ആശ്രയിക്കുകയാണ്. ഹൃദയത്തിൽ ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ട്, പക്ഷേ കൂടുതൽ ആശ്രയിക്കുക. കാരണം തരുന്ന കാരുണ്യത്തിനൊക്കെ പ്രതിഫലമായി ഒന്നും കൊടുക്കുവാനില്ല എന്ന തിരിച്ചറിവുള്ളവർ വീണ്ടും ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കും തോറും നമ്മളിൽ ഭക്തി വർദ്ധിക്കും. അങ്ങനെ ആശ്രയിക്കും തോറും ഭക്തി വർദ്ധിക്കുമ്പോൾ ആശ്വാസവും അതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആശ്വാസം വർദ്ധിക്കുമ്പോൾ ആനന്ദമുണ്ടാകും. ആനന്ദമുണ്ടാകുമ്പോൾ നിത്യാനന്ദത്തിൽ ചേരുവാൻ കഴിയും. അപ്പം ഈ ഇടുക്കവും ഈ ഞെരുക്കവും ഈ ദുഃഖവും എല്ലാം എന്തിനു വേണ്ടിയാണ്? നിത്യാനന്ദ സ്വർഗസുഖത്തിൽ ആത്മാവിനെ നിത്യം ലയിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം അതറിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി ഓരോരുത്തരും ജീവിക്കുക. മഹാശക്തിയുടെ തിരിഹിതമല്ലാത്ത ഒരു ചിന്തയോ ഒരു വാക്കോ ഒരു കർമ്മമോ ആരിൽ നിന്നും ഉണ്ടാകാതെ എപ്പോഴും സൂക്ഷിച്ച് ജീവിക്കുക. അതാണ് ഗുരുവിനിഷ്ടം. അതാണ് ഗുരു സ്വീകരിക്കുന്നത്. അത് തന്നെ സ്വീകരിക്കാനുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധരായി ജീവിക്കുക. പരമാത്മാവ് നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഇന്നത്തെ ഈ ആരാധന വളരെ സന്തോഷപൂർണ്ണമായി തന്നെ നിന്ന് നടത്തുന്ന ആരാധനയാണ്. ഒന്ന്, യുദ്ധത്തിനൊരു ചെറിയ ആശ്വാസം. രണ്ട്, അനേകം ശാഖാശ്രമ വാർഷികങ്ങൾ ഉന്നതമായ നിലയിൽ നടത്തപ്പെട്ടു. നമ്മുടെ കാർത്തിക മകയിരം ജന്മനക്ഷത്രങ്ങൾ അതിഗംഭീരമായ നിലയിൽ നടത്തപ്പെട്ടു. ഈ യുദ്ധത്തിൻ്റെ ഒരു വിരാമത്തിന് വേണ്ടി ഒരു സങ്കല്പസ്തുതി പെട്ടെന്ന് തീരുമാനിച്ചാണ്. ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ച് പൂരം പക്കനാളല്ലേ നാളെ നമുക്ക് ഒരു സ്തുതി ഈ സങ്കല്പത്തിൽ നടത്താം എന്നൊരു തീരുമാനം ചെയ്തു. ശാഖകളിലും കൂടെ ഒന്ന് അറിയിച്ചായിരുന്നു പറഞ്ഞു. അറിയിച്ചു. എല്ലായിടത്തും അതങ്ങ് ഏറ്റെടുത്തു. ആശ്രമമില്ലാത്തടത്ത് ഭവനങ്ങളിൽ ഒത്തുകൂടി എൻ്റെ സന്താനങ്ങൾ പ്രാർത്ഥിച്ചു. അതൊക്കെ അറിയുമ്പോൾ എത്രത്തോളം സന്തോഷം ഹൃദയത്തിലുണ്ടാകും. ഇപ്പം ഇവിടെ സ്തുതി നടത്തിയപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, സ്തുതി എങ്ങനെ തോന്നി? ഈശ്വരൻ സ്വീകരിച്ചു എന്ന് തോന്നി എന്ന് പലരും മറുപടി പറഞ്ഞു. അതെ, ഈശ്വരൻ സ്വീകരിക്കത്തക്ക വിധത്തിലായിരുന്നു കർമ്മം നടത്തപ്പെട്ടത്. ഈ ശനിയാഴ്ച, അതായത് ഇന്നലെ, നമുക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത ലഭിച്ചതും അത് ഒരു നിദാനമായി നിലകൊള്ളുകയാണ്. ഏതായാലും അത്രയും സന്തോഷമായി സർവശക്തി എല്ലാം അനുവദിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അതിനായ ആത്മാവതാരോ വസിക്കണം. ശാശ്വത സുഖരൂപ Hare
സുഖരൂപനിൽ നിന്ന് സുഖം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് സ്വീകരിക്കത്തക്ക വിധം ഒരുങ്ങുന്ന ഹൃദയങ്ങളിലാണ് അത് ആവിർഭവിക്കുന്നത്. ഓരോ ഹൃദയവും ഓരോ പാത്രമായി തീരണം. ആ പാത്രമായി രൂപാന്തരപ്പെടുന്നതിനാണ് അതിന്റെ വാതിൽ തുറന്നു വെക്കാൻ പറയുന്നത്. ഒരു പന്ത് നമ്മുടെ കൈ കെട്ടിയാൽ അതൊരു ഗോളാകൃതിയാണ്, അതിന്റെ ഉൾവശം പൊള്ളയാണ്, എന്നാൽ അതിനുള്ളിലേക്ക് ഒന്നും പ്രവേശിക്കുകയില്ല. കാരണം അത് പന്ത് അതിന്റെ എല്ലാ വശവും മൂടിയാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു വശത്ത് അല്പം ഒരു ചെറിയ ദ്വാരം ഇട്ടാലോ അതിനുള്ളിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രവേശിപ്പിക്കാം. ഇതുപോലെ മഹാചൈതന്യമാകുന്ന ഒരു ആത്മാവ് ലോകത്തിൽ വന്ന് മായാബന്ധിതമായി മൂടിയിരിക്കുമ്പോൾ ആ മായയെ മാറ്റി ഒന്ന് തുറക്കാൻ സ്വയം പ്രയത്നിച്ചെങ്കിലേ ഈ അറിവുകൾ ആത്മാവിലേക്ക് ഭവിക്കുകയുള്ളൂ. അത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് സ്വയം ആഗ്രഹം ഉണ്ടാവണം. ആ ആർത്തിയുള്ള ഉള്ളത്തിൽ പാർത്തിടുന്നുണ്ട് ഇവൻ ആർത്തി ഇല്ലാത്തവരിൽ ആരിലും കാണില്ല. ഇപ്പൊ ആർത്തി ഉണ്ടാവണം. ഞാൻ ആദ്യമേ പറഞ്ഞ ഭക്തി അതിന്റെ മറ്റൊരു ഭാഗമാണ്. ആ ഭക്തി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ആർത്തിയും നമ്മളിൽ ഉണ്ടാവണം. ഭക്തി ഉള്ളവർക്ക് ഈ ആർത്തി ഉണ്ട്, ആർത്തി ഉള്ളവർക്ക് ഈ ഭക്തി ഉണ്ട്. ഭക്തിയും ആർത്തിയും തമ്മിൽ വലിയ ബന്ധമാണ്. അതുകൊണ്ട് നമുക്കൊരു തുറപ്പ്, ഹൃദയത്തിന്റെ ഒരു തുറപ്പുണ്ടാവണം. ഭഗവാൻ കർശനമായി പറഞ്ഞു, തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. തുറക്കുക നിന്റെ ഹൃദയം, പറന്നു ഞാൻ നിന്നിൽ വസിക്കട്ടെ. വസിക്കുവാനായി കൊതിക്കുന്നു പരമാനന്ദത്തിൽ ലയിക്കുവാൻ. വസിക്കുവാനായി കൊതിക്കുന്നു പരമാനന്ദത്തിൽ ലയിക്കുവാൻ. കർശനമായി ഓരോരുത്തരും തീരുമാനിക്കണം, എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ ഹൃദയനാഥൻ പറയുന്നത് കേൾക്കാൻ എനിക്കൊരു അവസരമുണ്ടാവണം. കർശനമായ ഓരോ ആത്മാക്കളും ചിന്തിക്കണം, എൻ്റെ ഹൃദയവാതിൽ തുറന്ന് എൻ്റെ ഹൃദയനാഥൻ പറയുന്നത് കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടാകണം. അതിനൊരു ഭാഗ്യമുണ്ടാവണം. എങ്ങനെയാണ് ഇത് തുറക്കുന്നത്? അതിനുള്ള താക്കോൽ ഭഗവാൻ തന്നെ തരികയാണ്. അതാണ് ഉപദേശം. ആ താക്കോൽ ഇട്ടാണ് ഇത് തുറക്കുന്നത്. അല്ലാതെ വലിയ കോടാലി കൊണ്ടൊന്ന് വെട്ടിക്കീറാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വെച്ച് തുറക്കാൻ പറ്റുന്നതാണോ? കാരണം ആ ഉപകരണങ്ങളെല്ലാം ഭൗതികമാണ്. ഈ പറയുന്നത് സൂക്ഷ്മാവസ്ഥയിൽ ആത്മീയമാണ്. ഈ ആത്മാവെന്ന വസ്തു സൂക്ഷ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്ക് അറിയില്ല ഇത് എവിടെ ഇരിക്കുന്നതെന്ന്. അവർ പല ഉപകരണങ്ങളും കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് എവിടെ ഇരിക്കുന്നു എന്ന് ഇതുവരെ ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഉള്ളിലുള്ള കെട്ടിനുള്ളിൽ പൊന്മാണി മഞ്ചത്തിൽ പള്ളി കൊള്ളും. Thank you.
സർവദോഷങ്ങളും തീർത്തിടുന്ന ആനന്ദ നടനം നടത്തണമേ. ആനന്ദമേകണേ തമ്പുരാനേ, എന്നിൽ ആനന്ദമാടണേ പൊന്നുനാഥ. സർവദോഷങ്ങളും തീർത്തിടുന്ന ആനന്ദ നടനം നടത്തണമേ. സർവദോഷങ്ങളും തീർത്തിടുന്ന ആനന്ദ നടനം നടത്തണമേ. ഓരോ ആത്മാവിന്റെയും ഉള്ളിന്റെ ഉള്ളറ കെട്ടിനുള്ളിൽ പള്ളി കൊള്ളുന്ന ഓരോ ആത്മാവിന്റെയും ഉള്ളിലുള്ള ഉള്ളറ കെട്ടിനുള്ളിൽ പള്ളി കൊള്ളുന്ന പൊന്മണി മഞ്ചത്തിൽ പള്ളി കൊള്ളുന്ന മഞ്ചത്തിൽ പള്ളി കൊള്ളുന്ന ആ സാക്ഷാൽ രൂപത്തെ, സത്യസ്വരൂപത്തെ, പല നാമങ്ങൾ വിളിച്ച് ഓരോരുത്തരും അപേക്ഷിക്കുന്ന ദിവ്യനാമങ്ങളുടെ എല്ലാം അവകാശിയായ പൂർണ്ണരൂപത്തെ, ഓരോ നാമങ്ങൾ ഉപയോഗിച്ച് എല്ലാവരും ആശ്രയിക്കുന്ന ദിവ്യനാമങ്ങളുടെ എല്ലാം പൂർണ്ണരൂപമായ ദിവ്യരൂപത്തെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കൊണ്ട് പേരുകൾ. ആ പേരെല്ലാം ആരുടെ പേരാണ്? എല്ലാം ഭഗവാന്റെ പേരാണ്. ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ അചര വസ്തുക്കൾക്കും നാമങ്ങളുണ്ട്. അതാരുടെ നാമമാണ്? അതും ഭഗവാന്റെ നാമമാണ്. ഈ പ്രകൃതിയിൽ ഉടനീളം അനന്തകോടിയായി സ്ഥിതി ചെയ്യുന്ന ഓരോന്നിനും ഓരോ നാമങ്ങളുണ്ട്. അതെല്ലാം ആരുടെ നാമമാണ്? ആ സർവനാമങ്ങൾക്കും അധിപതിയായി വാഴുന്ന ഏക വസ്തു, അതാണ് പരമഗുരു. സർവനാമങ്ങൾക്കും അധിപതിയായി വാഴുന്ന ഏക വസ്തു, അതാണ് പരമഗുരു. സർവനാമങ്ങൾക്കും ഏക അധിപതിയേ ഉള്ളൂ, അത് ഗുരുവാണ്. സർവനാമങ്ങൾക്ക് ഏക അധിപതിയേ ഉള്ളൂ, അത് ഗുരുവാണ്. എന്തുകൊണ്ട്? തന്നിൽ നിന്നല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ കാണുവാനോ കേൾക്കുവാനോ ഇല്ല. അപ്പൊ ഇതിനെല്ലാം അധിപതിയായി വാഴുന്ന ഏക വസ്തുവിനെ, നിന്റെ ആത്മാവിന്റെ ഉള്ളറയ്ക്കുള്ളിൽ കാണുവാൻ തക്ക വിധം നീ ഒന്ന് തുറന്നു കൊടുക്കണം. അതിന് ഈ ഉപദേശത്തെ സ്വീകരിക്കണം, ഈ സർവജ്ഞാനത്തെ സ്വീകരിക്കണം, ഈ ജന്മാന്തരജ്ഞാനത്തെ സ്വീകരിക്കണം, ഈ ബ്രഹ്മജ്ഞാനത്തെ സ്വീകരിക്കണം. ബ്രഹ്മലോകമാക്കിയിടുവാൻ ബ്രഹ്മാവതാരമായി ബ്രഹ്മജ്ഞാനം നൽകുന്നു, ബ്രഹ്മലോകെ ചേർക്കുന്നു. ചിലർ പറയും ശുഭാനന്ദഗുരുദേവൻ വിഷ്ണുവാണ്, ചിലർ പറയും ശുഭാനന്ദഗുരുദേവൻ ശിവനാണ്. ചിലർ പറയും ഈ കീർത്തനം കേട്ടാൽ എന്ത് പറയും? ഇത് ബ്രഹ്മാവല്ലേ വന്നത്. അപ്പൊ ഇത് ഏതാ സത്യം? കഴിഞ്ഞ ഒരു ആരാധനയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹൃദയത്തിന് ചിലപ്പോൾ മനസ്സെന്ന് പറയും, മനസ്സിന് ചിലപ്പോൾ ഹൃദയം എന്ന് പറയും. സർവേശ്വരനെ ഈശ്വരൻ എന്ന് വിളിക്കും. ചിലപ്പോ മറ്റെന്തെങ്കിലും പദം ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കും. അതിന് അവസരോചിതമായി അതിനെ പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ആന്തരികമായ അർത്ഥത്തെ മനസ്സിലാകണമെങ്കിൽ അതിനൊരു ഉൾക്കാഴ്ച ഉണ്ടാവണം, ഉള്ളറിവുണ്ടാവണം. ഉൾക്കാഴ്ച ഉണ്ടായാലെല്ലാം അറിവാകും. ഉൾക്കാഴ്ച ഉണ്ടാകാനുള്ള മരുന്നാണ് ജന്മാന്തരജ്ഞാനോപദേശം. അപ്പൊ ജന്മാന്തരജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ വന്നു വാഴുന്ന കാലത്ത് ഇത് മറ്റാരുടെയും അവകാശത്തിലുള്ളതല്ല. ഇതിനാരും തീരെഴുതി വാങ്ങാൻ പറ്റുന്നതുമല്ല.
വാങ്ങാൻ ഇപ്പൊ പറ്റുന്നത്. ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോ ലോകത്തിൽ പല കാര്യങ്ങളും ഇപ്പൊ ഒരു ചെയ്യുമ്പോൾ പുസ്തകം ഇറക്കിയാൽ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യും, പുസ്തകം ഇറക്കിയാൽ അതുകൊണ്ട് രജിസ്റ്റർ അതിന് ചെയ്യും. കോപ്പി റൈറ്റ് എടുക്കുക എന്ന് പറയും. കോപ്പിറൈറ്റ് അപ്പൊ എടുക്കാൻ അത് എടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കും അത് പ്രസിദ്ധീകരിക്കാൻ നിയമമില്ല. അതെടുത്തു കഴിഞ്ഞാൽ മറ്റാർക്കും അത് പ്രസിദ്ധീകരിക്കുവാൻ നിയമമില്ല. നിയമപ്രകാരം അത് അനുവദനീയമല്ല. നിയമപ്രകാരം അത് പക്ഷെ അതൊക്കെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. ചിലർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അതുപോലെ ഓരോന്നിനുമുണ്ട് ചില പ്രത്യേക നിയമങ്ങൾ. അതുപോലെ ഓരോന്നിനുമുണ്ട് ചില അങ്ങനെ പ്രത്യേക പകർപ്പവകാശം പലർക്കായി പലര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ എഴുതി ഒരാൾക്ക് പകർപ്പവകാശം, അങ്ങനെ പകർപ്പവകാശം ഒരാൾ എഴുതി മറ്റൊരാൾക്ക് പകർപ്പവകാശം, ഒരാൾ എഴുതി ഒരാൾ പ്രസിദ്ധീകരിച്ചു ഒരാൾക്ക് പകർപ്പവകാശം. ഒരാൾ എഴുതി ഒരാൾ പ്രസിദ്ധീകരിച്ചു ഒരാൾക്ക് ഇതിന്റെ പകർപ്പവകാശം. അവകാശം ആർക്കുമില്ല. ഈ അവകാശം ആർക്കും ഇതിന്റെ ഇല്ല. അവകാശം ഒരാളേ ഉള്ളൂ. ഇതിന്റെ അവകാശം ഒരാളേ ആ ഉള്ളൂ. ഓങ്കാര കളരിയിൽ കച്ചകെട്ടി പയറ്റി തെളിഞ്ഞ വീര. ഓങ്കാര കളരിയിൽ ഓങ്കാര കളരിയിൽ ആലോകമാകെ മറച്ചു വച്ചു ഈ ലോകമാകെ പടച്ചവനെ. ആലോകമാകെ മറച്ചു വച്ചു ഈ ലോകമാകെ ആലോകമാകെ മറച്ചു വച്ചു ഈ ലോകമാകെ പടച്ചവനെ. ആലോകമാകെ മറച്ചു വച്ചു ഈ ഓരോന്നിനും ആലോക വ്യവസ്ഥ മറവായിരിക്കുകയാണ്. ഓരോന്നിലും ആലോക വ്യവസ്ഥ മറവായിരിക്കുകയാണ്. അതിസൂക്ഷ്മമായി ഓരോന്നിലും ആലോക വ്യവസ്ഥ ഇരിക്കുകയാണ്. അതിസൂക്ഷ്മമായി ഓരോന്നിലും ആലോക വ്യവസ്ഥ ഇതിന്റെ ഇരിക്കുകയാണ്. എല്ലാം പടച്ചവനായി നിൽക്കുന്ന ഒരാളാണ് ശുഭാനന്ദം എന്ന് പറയുന്നത്. ഇതിനെല്ലാം പഠിച്ചവനായി നിൽക്കുന്ന ഒരാളാണ് ശുഭാനന്ദം എന്ന് പറയുന്നത്. ആ ശക്തിയെ ആരാധിക്കുന്ന, ആ ശക്തിയെ ആശ്രയിക്കുന്ന, അതിനെ ഗുരുവായി സ്വീകരിച്ച് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മഹത്വം, നിങ്ങളുടെ വൈശിഷ്ട്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ വൈശിഷ്ട്യത്തിനനുസരിച്ചല്ലെങ്കിൽ മഹത്വത്തിനനുസരിച്ച് ഓരോരുത്തരും ലോകരംഗത്ത് വളരെ പ്രത്യേകതയോടുകൂടി ജീവിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കൃഷിക്കാരൻ തൻ്റെ മകനെ വലിയ വിദ്യാഭ്യാസം ചെയ്യിച്ചു. എങ്കിലും മകന് കൃഷിയോട് വലിയ ഇഷ്ടമാണ്. ഇടവേള കിട്ടുമ്പോൾ, അവധി ദിവസം കിട്ടുമ്പോൾ കൃഷിയിൽ അച്ഛൻ്റെ കൂടെ ഇറങ്ങി കൃഷിയിൽ ഇടപെടും. നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല റാങ്കോടുകൂടി പാസ്സായി. ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. പലയിടങ്ങളിലും പോയി അതിനുള്ള അപേക്ഷകളൊക്കെ കൊടുത്തു, ടെസ്റ്റൊക്കെ എഴുതി. പക്ഷേ എങ്കിലും ഇങ്ങനെ കൃഷി അതിന്റെ കൂടെ അദ്ദേഹം വലിയ ഇഷ്ടത്തോടുകൂടി ചെയ്യുകയാണ്. അപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ പോകുന്ന വേഷമല്ലല്ലോ. അപ്പൊ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു ചെറിയ കീറിയ ഉടുപ്പൊക്കെ ഇട്ട് അതിന്റെ കൂടെ നിന്ന് അച്ഛന്റെ കൂടെ ചെടിയിൽ അങ്ങനെ പണിയുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ ഇത്രയും വിദ്യാഭ്യാസം ചെയ്ത ആളാണെന്നുള്ള അഹങ്കാരമൊന്നും ഇല്ലാതെ ഇത് ചെയ്യുകയാണ്. ഒരു എളിമത്വമുള്ള മനുഷ്യനാണെന്ന് കൂടിയുള്ളൂ. അങ്ങനെയുള്ള ആ ഉദ്യോഗാർത്ഥി അങ്ങനെ അനേക ദിവസം അച്ഛന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ട് കൊടുത്തു. അതാ നല്ലൊരു ജോലി കിട്ടിയിരിക്കുന്നു. അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ ഓഫീസറായിട്ട് ജോലിയിൽ ഏർപ്പാടായിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോ എത്രയും വേഗം അതിനുള്ള ഒരുക്കങ്ങൾ വേണം. 15 ദിവസത്തിനകം ജോലിയിൽ പ്രവേശിക്കണം. അപ്പൊ അച്ഛനും മകനും കൂടെ കെട്ടിപ്പിടിച്ചു സന്തോഷമൊക്കെ അറിയിച്ചു. വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു,
വന്ന് അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ രാവിലെ ഈ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ജോലിക്ക് വേണ്ടി ഈ ലുങ്കി ഉടുത്തി മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടാണോ ജോലിക്ക് പോകുന്നത്? ഈ ലുങ്കി ഉടുത്ത മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ടാണോ ജോലിക്ക് പോകുന്നത്? മമ്മട്ടി എടുത്ത് ഓളെ വെച്ചോണേ വില്ലേജ് വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണോ പോകുന്നത്? മമ്മട്ടി എടുത്ത് ഓളെ വെച്ചു. അല്ല, അതിൻ്റെതായ യോഗ്യതകളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതിൻ്റെതായ യോഗ്യതകളുള്ള വസ്ത്രങ്ങൾ. വലിയ ആഡംബരങ്ങളൊന്നും അല്ലെങ്കിൽ പോലും മാന്യമായ വസ്ത്രധാരണം. ഇപ്പോൾ കേരളത്തിൽ മുണ്ട് അനുവദനീയമാണ്. ഇപ്പോൾ കേരളത്തിൽ മുണ്ട് അനുവദനീയമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് മുണ്ടെടുത്തുകൊണ്ട് ഓഫീസുകളിൽ ചെല്ലാൻ നിയമമുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് മുണ്ടെടുത്തുകൊണ്ട് വളരെ പ്രത്യേകമായി നമ്മുടെ ഭരണഭാഷ മലയാളമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അഭിമാനപൂർവ്വം ഇത് പറയുന്നു. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ ഇപ്പോഴാണ് സത്യത്തിൽ നമുക്ക് അംഗീകാരമായി കിട്ടിയിരിക്കുന്നത്. അതൊരു സന്തോഷമാണ്. അതും ഈ കൂട്ടത്തിൽ നിങ്ങളെ അറിയിക്കുക. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ നിന്ന് അറിയിച്ചത് ലോകം മുഴുവൻ മലയാളം പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം സമ്പൂർണ്ണ മോക്ഷത്തിനുള്ള വ്യവസ്ഥ ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലാണ്. അതുകൊണ്ട് ലോകം മുഴുവനുള്ള ഏത് ഭാഷ സംസാരിക്കുന്നവരും ഈ മലയാളം പഠിച്ചേ മതിയാവൂ. സത്യം സത്യം സത്യം. അല്ലാതെ ഇതിനെ പഠിപ്പിക്കാനോ പഠിക്കാനോ വേറെ മാർഗമില്ല. അതിന്റെ അർത്ഥം നമുക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവർ ഉരുവിടുന്നത് ഈ ഭാഷയിൽ തന്നെ ആകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്തെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ. അപ്പോ ഇപ്പോ ഭരണ ഭാഷയായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു തുടക്കമാണ്. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കാൻ പോകുന്നു. മലയാളത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. എന്തുകൊണ്ട്? ഇത് ദൈവം സംസാരിച്ച ഭാഷയാണ്. കലിയുഗഖഡ്ഗി സംസാരിച്ച ഭാഷയാണ്. എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. സൃഷ്ടിച്ച സൃഷ്ടാവു തന്നെ വന്നു, ആത്മലോകത്തെ രക്ഷിച്ചിടുന്നു. മമ്മട്ടിയും തോള വെച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് താഴെ വെപ്പിക്കാം. കാരണം അദ്ദേഹം വില്ലേജ് ഓഫീസിൽ ജോലിക്ക് പോവുകയാണ്. അപ്പൊ അത് മാറ്റി നല്ല വസ്ത്രം ധരിച്ചു, പേനയൊക്കെ എടുത്ത് കുത്തി അമ്മയുടെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങി അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ കൃഷിയിടം കാണാം. നോക്കി സന്തോഷമായി ഇന്നലെ ചെയ്തു വെച്ചൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്നെല്ലാം നോക്കി സന്തോഷമായി പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ചെളിയിൽ ഇറങ്ങാറില്ല. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ സമയവും അത് ചെയ്യാൻ കഴിയുകയുമില്ല. എന്തുകൊണ്ട്? അദ്ദേഹം വില്ലേജ് ഓഫീസറായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ദൈവത്താൽ സ്വീകരിച്ച് ശിഷ്യന്മാരായി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞാൽ കൃഷിപ്പണി ചെയ്യത്തില്ലെന്നല്ല, മാലിന്യങ്ങളിലേക്ക് നിങ്ങൾ പോവുകയില്ല, അജ്ഞാനങ്ങളിലേക്ക് നിങ്ങൾ പോവുകയില്ല, അധർമ്മങ്ങളിലേക്ക് നിങ്ങൾ പോവുകയില്ല. തേടുക തേടുക പരമാനന്ദം, കൂടുകയാരും ആത്മാവിൽ. തേടുക തേടുക പരമാനന്ദം, കൂടുകയാരും ആത്മാവിൽ. പിന്നെ പരമാനന്ദത്തിനുള്ള അന്വേഷണം മാത്രമേ ആകാവൂ.
ആത്മാവും തമ്മിലെ ബന്ധമുണ്ടാകാവൂ. അല്ലാതെ ബാഹ്യലോകത്തിലേക്ക് ബന്ധവും ബാഹ്യലോകത്തിലേക്കുള്ള ഭ്രമവുമായാൽ ഇത് നഷ്ടപ്പെട്ടു പോകും. നിന്നെ സ്വീകരിച്ചിരിക്കുന്നത് ദൈവമാണെന്ന് നീ തിരിച്ചറിയണം. നിന്നെ ശിഷ്യപ്പെടുത്തിയിരിക്കുന്നത് ദൈവമാണെന്ന് നീ തിരിച്ചറിയണം. നിന്നെ വളർത്തുന്നത് ദൈവമാണെന്ന് നീ തിരിച്ചറിയണം. നീ ചേർക്കപ്പെട്ടിരിക്കുന്ന ദൈവ സന്നിധിയിലേക്കാണെന്ന് നീ പ്രത്യേകമായി ഓർക്കണം. ആ ഓർമ്മയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ചിന്തയിലോ വാക്കിലോ കർമ്മത്തിലോ ഒരുവിധ മാലിന്യങ്ങളും വരുത്തുവാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. അപ്പോ അനേക ജന്മങ്ങളിലൂടെ കൊണ്ടുവന്ന കളങ്കവുമുണ്ട് നിഷ്കളങ്കവുമുണ്ട്, ഗുണവുമുണ്ട് ദോഷവുമുണ്ട്, സുഖവുമുണ്ട് ദുഃഖവുമുണ്ട്. ഇതെല്ലാം ഇവിടെ വെച്ചാണ് പരിശോധിച്ചറിഞ്ഞ് വ്യവസ്ഥപ്പെടുത്തുന്നത്. അപ്പൊ നിന്നെ സൽഗുണങ്ങളിലൂടെയുള്ള സൽപ്രവൃത്തിയിൽ കൂടി കിട്ടുന്ന ഫലം കൊണ്ട് വേണം ഈ ദോഷങ്ങളെല്ലാം ഒഴിവാക്കുവാൻ. ലോൺ എടുത്തിട്ട് പലിശ അടയ്ക്കുന്ന പോലുള്ള ഒരു പരിപാടിയാണ്. പലിശയാ കൂടുതലും അങ്ങോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പല ജന്മങ്ങളിലൂടെ ബഹുജന്മാർജിതമായി വന്നുപോയ കുറവുകളൊക്കെ നിന്റെ കൂടെ നിൽക്കുകയാണ്. ആ കുറവൊക്കെ പരിഹരിക്കാൻ ഈ ജന്മം കൊണ്ട് ഗുണകർമ്മങ്ങൾ നീ ചെയ്ത് നേടിക്കൊള്ളണം. അതാ പാടിയത്, തേടുക തേടുക പരമാനന്ദം കൂടുകയാലും ആത്മാവിൽ. തേടുക തേടുക പരമാനന്ദം കൂടുകയാലും ആത്മാവിൽ. ഗുണമേറുന്ന ഗുരുവിൻ രൂപം അകതാരിൽ നീ കാണുക. 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 തേടുക തേടുക പരമാനന്ദം കൂടുകയാലും ആത്മാവിൽ. തേടുക തേടുക പരമാനന്ദം കൂടുകയാലും ആത്മാവിൽ. ഗുണമേറുന്ന ഗുരുവിൻ രൂപം അകതാരിൽ നീ കാണുക. ഗുണമേറുന്ന ഗുരുവിൻ രൂപം അകതാരിൽ നീ കാണുക. ദോഷമെല്ലാം ഒഴിയട്ടെ, ദുഃഖമെല്ലാം മാറട്ടെ. ദോഷമെല്ലാം ഒഴിയട്ടെ, ദുഃഖമെല്ലാം മാറട്ടെ. ദോഷമെല്ലാം ഒഴിയട്ടെ, ദുഃഖമെല്ലാം മാറട്ടെ. ദോഷമെല്ലാം ഒഴിയട്ടെ, ദുഃഖമെല്ലാം മാറട്ടെ. മതിവരനുള്ളൊരു ആനന്ദം നിന്റെ ആത്മാവിൽ നീ കാണട്ടെ. മതിവരനുള്ളൊരു ആനന്ദം നിന്റെ ആത്മാവിൽ നീ കാണട്ടെ. മതിവരനുള്ള ആനന്ദം നിന്റെ ആത്മാവിൽ നീ കാണട്ടെ. മതിവരനുള്ള ആനന്ദം നിന്റെ ആത്മാവിൽ നീ കാണട്ടെ. ആനന്ദം നീ പാടട്ടെ, നിത്യാനന്ദം നീ ആടട്ടെ. 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 നിത്യാനന്ദ രാജ്യത്തിൽ നീ നൃത്തം ചെയ്തു വാഴട്ടെ. നിത്യാനന്ദ രാജ്യത്തിൽ നീ നൃത്തം ചെയ്തു
ആനന്ദം നീ പാടട്ടെ, നിത്യാനന്ദം നീ ആടട്ടെ, ആനന്ദം നീ പാടട്ടെ, നിത്യാനന്ദം നീ ആടട്ടെ. ഇതെല്ലാം എവിടെയായിരിക്കുന്നത്? ഇതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ആനന്ദം, ആനന്ദം, നിത്യാനന്ദം, നിത്യാനന്ദം, ശുഭാനന്ദം, ശുഭാനന്ദം, പരമാനന്ദം, പരമാനന്ദം, ഇങ്ങനൊക്കെ പല പേരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. ഇങ്ങനെ പല പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെവിടാ? ഈ മേഘമൊക്കെ കീറി അങ്ങ് മുകളിലും കണ്ട് പോയിട്ട് എടുക്കാനാണോ? മേഘമൊക്കെ കീറിയത് മുകളിലെങ്ങാണ്ട് പോയി. അല്ല, അല്ല. ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ആദ്യം പറഞ്ഞത്, അത് തുറക്കാനാ പറഞ്ഞത്. ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ആദ്യം കൽപ്പിച്ചത്, തുറക്കാനാണ് ആ, കൽപ്പിച്ചത്. തുറക്കുക നിന്റെ ഹൃദയം, പറന്ന് ഞാൻ നിന്നിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. തുറക്കുക നിന്റെ ഹൃദയം, പറന്ന് ഞാൻ നിന്നിൽ വസിക്കട്ടെ എന്ന് ആ, ഈ മായാ കാഴ്ചകളും മായാ മോഹങ്ങളും എല്ലാം ചേർത്ത് അടച്ചു ബന്ധിച്ചിരിക്കുകയല്ലേ, മായാ കാഴ്ചകളും മായാ മോഹങ്ങളും ഒക്കെ ചേർത്ത് അടച്ചു ബന്ധിച്ചിരിക്കുകയല്ലേ, മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുകയല്ലേ. മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുകയല്ലേ. അതെല്ലാം ആ ചരടൊക്കെ അങ്ങ് അഴിച്ച്, ആ ചരടൊക്കെ ആ അഴിച്ച്, പൂട്ടിട്ട് അതങ്ങ് തുറന്ന്, ആ പൂട്ടിട്ടതങ്ങ് ആ മനസ്സാകുന്ന താക്കോലെടുത്ത് ആ ഹൃദയം ഒന്ന് തുറന്ന്, മനസ്സാകുന്ന താക്കോലെടുത്ത് ആ ഹൃദയം ഒന്ന് തുറന്ന്, എനിക്ക് കാണണം, എനിക്ക് കാണണം, എന്റെ ഗുരുവിനെ കാണണം, എന്റെ ഗുരുവിനെ കാണണം, കാണണം ഭഗവാനെ എന്നുള്ളിൽ കാണാൻ കൊതിച്ചിടുന്നേ. കാണുവാനുള്ളൊരു ഉൾക്കാഴ്ച നൽകുവാൻ ഭക്തിയായി പ്രാർത്ഥിക്കുന്നേ. നമ്മുടെ വീടുകളിൽ അധികം തുറക്കാത്ത ഭാഗത്ത്, നമ്മൾ ആൾ പെരുമാറ്റം ഇല്ലാത്ത ചില ഭാഗങ്ങളിൽ, വീടുകളിൽ അധികം തുറക്കാത്ത ആൾ പെരുമാറ്റമില്ലാത്ത ചില ഭാഗങ്ങളിൽ ചില ഈച്ചകൾ വന്ന് കൂട് വെക്കും. ചില ഈച്ചകൾ വന്ന് കൂട് വെക്കും. നല്ല രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അവരിങ്ങനെ മണ്ണുരുട്ടി ചെറിയ നനവോടുകൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ആദ്യം ഒരിടത്ത് അങ്ങ് വെക്കും. മണ്ണ് വെട്ടി ചെറിയ നനവോടുകൂടി കൊണ്ടുവന്ന് ആദ്യം ഒരിടത്ത് എന്നിട്ട് അതിന്റെ ആ വക്കിനൂടി ഇങ്ങനെ അടുത്ത പ്രാവശ്യം അടുത്തത് കൊണ്ടുവന്ന് ഇങ്ങനെ വക്കിനൂടി ഇങ്ങനെ ഒന്ന് നടക്കും. എന്നിട്ട് അതിന്റെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരുന്നത് കൊണ്ട് അതിന്റെ വക്കിലൂടെ അപ്പോഴത്തെ ഒരു ലെയറായി. അപ്പോൾ ഒരു ലെയർ വീണ്ടും അടുത്ത ലോഡ് കൊണ്ടുവരും. വീണ്ടും അടുത്ത ലോഡ് അപ്പൊ കൊണ്ടുവരും. ഇങ്ങനെ അതിന്റെ പുറത്ത് നടക്കും. അതിനിപ്പോഴും നടക്കും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു അറ പോലെ, ഒരു ട്യൂബ് പോലെ, ഇപ്പോഴത്തെ നമ്മുടെ ക്യാപ്സൂളിന്റെ കൂട്ടൊരു രൂപം അങ്ങ് ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ക്യാപ്സൂൾ പോലെ ഒരു രൂപം ഉണ്ടാവും. എന്നിട്ട് എന്തോ ഒരു സാധനം അതിനകത്തോട്ട് കൊണ്ടുവച്ച് എന്റെ മൂടി അങ്ങ് അടയ്ക്കും. എന്തോ ഒരു സാധനം അതിനകത്തോട്ട് മൂടിയും അടയ്ക്കും. ഇത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആ, ലോകവുമായി ഭയങ്കര ബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ കാണും പലയിടത്തും. ചിലർ ആ പേരിട്ട് വിളിക്കാറുണ്ട്, ഞാനത് പറയാതിരുന്നതാണ്. ചില പണികളൊക്കെ കാണുമ്പോഴേ ചിലർ പറയും, ഇതൊരു ആടാ എന്ന് ചോദിക്കത്തില്ലേ അതിൻ്റെ പേര്? കണ്ടിട്ടുണ്ടോ? അപ്പം അത് നമ്മൾ ഇടയ്ക്ക് എന്ന് ആരെങ്കിലും കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തട്ടി, മൊത്തം പോയില്ല, ശകലം അങ്ങ് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം വീണ്ടും അതേപോലെ ഇരിക്കുന്നു. വലിയ അത്ഭുതം തോന്നും. എന്താ കാരണം? ഈ ഈച്ച ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ വിശിഷ്ടമായ സാധനങ്ങളാണ് അതിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ കുഞ്ഞുങ്ങൾ കാണും. ആ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവും. ഇതെല്ലാം സംഭരിച്ചു വെക്കുന്ന ഒരു സംഭരണ അറയാണിത്. അത് വളരെ പണിപ്പെട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഉടച്ചു കളഞ്ഞാൽ അപ്പൊ തന്നെ എടുത്തത് കൊണ്ടുവന്ന് അവർ നിർമ്മിച്ചു കഴിയും. ഭാഗികമായ ഉടവേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അത് പൂർണ്ണമാക്കും. ഞാനിപ്പോ ഈ കഥ പറഞ്ഞെന്തിനാണെന്നറിയോ? പലരുടെയും തുറപ്പ് ആ വിധത്തിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ശക്തമായിട്ട് ഞാൻ അങ്ങോട്ട് ഓരോന്ന് പറയും. പലരും കുറച്ചൊന്ന് തുറക്കും. തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് വീണ്ടും മണ്ണും ചെളിയൊക്കെ ആയിട്ട് ആള് വരും. ജയ്ഷുപാനന്ദം എവിടെ പോയിട്ട് വരിക? ഞാൻ ആശ്രമത്തിൽ പോയിട്ട് വരിക. അതെ, നീ അറിഞ്ഞോ? നീ ആശ്രമത്തിൽ പോയ സമയത്ത് അപ്പുറത്തെ ഇന്നാരുടെ മോള് ഇന്നാരുടെ കൂടെ അങ്ങനെ അറിഞ്ഞു. അങ്ങനെ പറയാതെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വന്നാ എനിക്കിപ്പോൾ ഇതൊന്നും കേൾക്കണ്ട.
ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വന്നതാ, എനിക്കിപ്പോഴും ഒന്നും കേൾക്കണ്ട. പറയൂ ആരേലും. പറയുമോ ആരെങ്കിലും? എന്നിട്ട് എതിലെയാ പോയത്? ഏത് വണ്ടിക്കാ പോയത്? ആ വണ്ടിയുള്ള ആളാണോ? എവിടെ അവൻ്റെ വീട് എവിടെ? അപ്പോഴത്തേക്ക് അതിനോടുള്ള ആകാംക്ഷയായി. ഇവിടെ തുറക്കുക നിന്റെ ഹൃദയം പറഞ്ഞ് ഞാൻ നിന്നെ വസിക്കും. ഞാനിവിടെ കിടന്ന് പാടുപെട്ട് തുറപ്പിച്ച് അങ്ങോട്ട് വിട്ടതാ. നിമിഷ നേരത്തിനുള്ളിൽ ഇതങ്ങ് അടച്ച്. അത് പറ്റുകയില്ല, പറ്റുകയില്ല, പണി പറ്റുകയില്ല, നിന്റെ തന്ത്രപ്രയോഗങ്ങൾ പറ്റുകയില്ല. പറ്റുകയില്ല, പണി പറ്റുകയില്ല, നിന്റെ തന്ത്രപ്രയോഗങ്ങൾ പറ്റുകയില്ല. ശുദ്ധമാൻ ചിന്തയും ശുദ്ധമാൻ കർമ്മവും എപ്പോഴും ചെയ്തു ജീവിച്ചു കൊള്ളുക. ശുദ്ധമാൻ ചിന്തയും ശുദ്ധമാൻ കർമ്മവും എപ്പോഴും ചെയ്തു ജീവിച്ചു കൊള്ളുക. പറ്റുകയില്ല, പണി പറ്റുകയില്ല, നിന്റെ തന്ത്രപ്രയോഗങ്ങൾ പറ്റുകയില്ല. ശുദ്ധമാൻ ചിന്തയും ശുദ്ധമാൻ കർമ്മവും എപ്പോഴും ചെയ്തു ജീവിച്ചു കൊള്ളുക. തുറന്നങ്ങോട്ട് വിടുമ്പോ ഇത് അടയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഈച്ച അടുത്തോട്ട് വരാതിരിക്കണം. ആരാ ഈ ഈച്ച? കളങ്കം നിറഞ്ഞ പല സാഹചര്യങ്ങളും മനുഷ്യരുമാണ്. പല സാഹചര്യങ്ങളും ഉണ്ടാകും. ഒരു കാര്യവുമില്ല, നമ്മളിങ്ങനെ പോകുന്ന പോക്കിൽ ഒരു കാഴ്ചയായിരിക്കും ഒരു പക്ഷെ കണ്ട് നമ്മുടെ ചിന്തയെ അങ്ങ് വലിച്ചുകൊണ്ട് പോകുന്നത്. കണ്ട കാഴ്ചയായിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. ആ കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചൊരു ചിന്ത വന്നു. ആ കാര്യവുമായി ഒരുപക്ഷെ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അപ്പോഴുണ്ടായ ഒരു തോന്നലിൽ അങ്ങ് ചിന്തിച്ചങ്ങ് പോകുന്നതാണ്. ആ ചിന്ത അങ്ങ് വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ വലിച്ചു തുറന്നു വെച്ചത് അങ്ങ് അടഞ്ഞു പോകും. കാരണം നീ ചിന്തിച്ചു കൂട്ടിയ മാലിന്യങ്ങളെല്ലാം അതിലേക്ക് വന്നങ്ങ് അടിയുകയാണ്. അങ്ങനെ മാലിന്യങ്ങൾ കടന്ന് നിന്റെ ഹൃദയം മലീമസമാകാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. വ്രണിത ചിന്തയാൽ ഹൃദയം മലിനമാകാതെ അന്യമായോ മാലിന്യമായോ ഒരു ചിന്ത മനസ്സിൽ കടന്നു വരാതെ സർവദാ ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുവാനുള്ള ഒരു പ്രാപ്തിയാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ കൈവരിക്കേണ്ടത്. ആ പ്രാപ്തി ഇല്ലാതെ പോകുമ്പോഴാണ് പല കാര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നത്. മനസ്സേ നീ ആടാതെ ഉഴലാതെ അലയാതെ. വളരെ കൃത്യമായി ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അടങ്ങുക, അടങ്ങുക, ചിന്തയാലെ അടങ്ങുക. നന്മയെ ബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അന്യമായി പോവുകയില്ല. നമ്മുടെ പൂജാരി സ്വാമി ഇപ്പൊ പറഞ്ഞതുപോലെ പ്രസംഗിച്ചു തീർക്കാനുള്ളതല്ല നന്ദി, ജീവിച്ചു കാണിക്കേണ്ടുന്നതാണ് നന്ദി. ആരെ കാണിക്കേണ്ടതാണ്? സ്വന്തം മനസാക്ഷിയെ തന്നെ കാണിക്കണം. മനസാക്ഷിയിൽ സ്ഥിതി ചെയ്യുന്ന മഹൽശക്തിയാണ് പരമാത്മാവ്. ആ പരമാത്മാവിന്റെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതറിയാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. എല്ലാം കാണാൻ കണ്ണുണ്ട്, ഇവരെല്ലാം കേൾക്കാൻ ചെവിയുണ്ട്. എല്ലാം അറിവാൻ അറിവുണ്ട്, അറിവില്ലാതെ ഗുരുവില്ല. എല്ലാം അറിയുന്ന അറിവാകുന്ന ഗുരുവിന്റെ ശിഷ്യരായി ജീവിക്കുന്നവർ ആ ഗുരു മാവേലിക്കര ചുമാനന്ദാശ്രമത്തിൽ ഇരിക്കുകയാണെന്ന് കരുതാതെ ഉന്നതമായി നമ്മുടെ ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളറക്കെട്ടിനുള്ളിലാണ് ഗുരു വാഴുന്നതെന്ന് സത്യം തിരിച്ചറിയുക.
വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ഒരു ദർശനം നടത്തണമെങ്കിൽ കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തണമെങ്കിൽ ഇപ്പോഴും 3-4 മണിക്കൂറെങ്കിലും കാത്തിരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന പോലെ അല്ലല്ലോ. ഇവിടെ വന്ന് ഓഡിറ്റോറിയത്തിൽ പോയിരിക്കാം, അല്ലെ ആശ്രമത്തിൽ വന്നിരുന്ന് പാട്ട് പാടാം, അല്ലെ ക്യാൻറ്റീനിൽ പോയിരിക്കാം, സദ്യാലയത്തിൽ പോയിരിക്കാം, എവിടെ വേണേലും പോയിരിക്കാം. ഇവിടെ വന്നാൽ എവിടെ വേണമെങ്കിലും പോയിരിക്കാം. കാരണം വലിയ തിരക്കായി തുടങ്ങിയില്ലല്ലോ, അതുകൊണ്ട് ആവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ വന്ന് കാണുന്നു പോകുന്നു. അതുപോലെയല്ല, അവിടെ ക്യൂവിൽ നിൽക്കണം മണിക്കൂറുകളോളം. ഈ തിരക്ക് കാണിക്കുന്നവരൊന്നും അവിടെ ചെന്നാൽ 1 മണിയും നടക്കുകയില്ല. അപ്പൊ 3-4 മണിക്കൂർ ഇങ്ങനെ കാത്തുവയ്ക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ഭടന്മാരുണ്ട്. അവരുടെ മന്ത്രോച്ചാരണം എന്താണെന്നറിയോ? നമ്മൾ ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ നിൽക്കുന്നവരുടെ മന്ത്രോച്ചാരണം എന്താണെന്നറിയോ? വേഗം മാറ്, വേഗം മാറ്, തൊഴുത് മാറ്, നടന്ന് നീങ്ങ്. ഇതാണ് അവരുടെ മന്ത്രം. അവർ ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ മുമ്പിലോട്ട് ചെല്ലുമ്പോ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആരെയാണ്? ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം. അപ്പൊ ഇങ്ങനെ കണ്ണു തുറന്ന് കാത്തിരിക്കുക. ഇയാളൊന്ന് മാറിയെങ്കിൽ, അയാളൊന്ന് മാറിയെങ്കിൽ, ഇച്ചിരി ദേവം പോയെങ്കിൽ. ഈ മുമ്പിൽ നിൽക്കുന്ന ആളുകളൊക്കെ പിടിച്ചു മാറ്റുമ്പോൾ നമുക്ക് യാതൊരു സങ്കടവും ഇല്ല. നമ്മളെ പിടിക്കാൻ അദ്ദേഹം വരുമ്പോ ഒരു നോട്ടമാണ്. ഗുരുവായൂരപ്പൻ വരെ ദഹിച്ചു പോകും. അതുപോലെയാണ് നോക്കുന്നത്. പക്ഷേ എന്താ ഒരു കുഴപ്പമെന്നറിയോ? നേരെ മുന്നിൽ ചെല്ലുമ്പോ ഒന്ന് കാണും, പിന്നെ കണ്ണം കിടക്കും. സത്യമല്ലേ? അല്ലേ? നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നു, ക്ഷേത്രത്തിന് നേരെ ചെന്നു, ശ്രീലകത്തോട്ട് നോക്കി കണ്ണം കടച്ചു. എന്താ കാര്യം? സത്യം ആത്മാവിനറിയാം. എവിടെ ഇരിക്കുന്നത്? ഉള്ളിലുണ്ടി കണ്ണൻ, കള്ളനായ കണ്ണൻ, ഉള്ളുണർന്നു കണ്ടാൽ ഉള്ളിലുണ്ടി കണ്ണൻ, കള്ളനായ കണ്ണൻ, കാണേണ്ടവനെ കാണുക, കേൾക്കേണ്ടവനെ കേൾക്കുക, അറിയേണ്ടവനെ അറിയുക, ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക. മഹാശക്തി നിങ്ങളുടെ ഉള്ളത്തിൽ തുള്ളിക്കളിക്കുമാറാകട്ടെ. ഉള്ളിൽ കളിയാടുന്ന കണ്ണാ കണ്ണാ, എന്റെ അല്ലലകറ്റിയിടുന്ന കണ്ണാ കണ്ണാ, ഉള്ളിൽ കളിയാടുന്ന കണ്ണാ കണ്ണാ, എന്റെ അല്ലലകറ്റിയിടുന്ന കണ്ണാ കണ്ണാ, ഉള്ളിൽ മായാസംഹാരകനാം കണ്ണാ കണ്ണാ, മാനസാനന്ദം നൽകിടുന്ന കണ്ണാ കണ്ണാ, മായാസംഹാരകനാം കണ്ണാ കണ്ണാ, മാനസാനന്ദം നൽകിടുന്ന കണ്ണാ കണ്ണാ. ഓരോ ഹൃദയങ്ങളിലും ആ ഉൾക്കാഴ്ച നൽകുവാൻ തക്ക വിധം സർവശക്തി നിയമങ്ങളെ വ്യവസ്ഥപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ വ്യവസ്ഥ പ്രകാരം നിഷ്കളങ്ക ഭക്തിയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ജീവിതം ചെയ്താൽ ഉന്നതനാകുന്ന ഗുരുരൂപത്തെ അവനവന്റെ ആത്മസ്വരൂപമായി കാണുവാൻ കഴിയും. അതിനുള്ള മഹാഭാഗ്യമാണ് ഈശ്വരൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏവർക്കും അത് അനുഭവമാകുവാൻ കാരുണ്യം ചൊരിയുമാറാകട്ടെ. 21-ാം തീയതി നമ്മുടെ സമാധി ദിനാചരണമാണ്. 17 സംവത്സരക്കാലം
17 സംവത്സരക്കാലം ധീരനായി വാണിരുന്ന് ആത്മലോക രക്ഷ ചെയ്ത പൊന്നുതിരുമേനി ആ ദിവ്യദേഹം ഉപേക്ഷിച്ച ദിനമാണെന്ന് എല്ലാ സന്താനങ്ങളും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഒരു നേരം അരിയാഹാരം എന്ന വ്രതത്തോടുകൂടി പ്രാർത്ഥനയിലും ആ സ്മരണയിലും കഴിഞ്ഞുകൂടുക. ഇവിടെ വന്നു ചേരാൻ പറ്റുന്നവർ ഇവിടെ വരിക. ശാഖാശ്രമങ്ങൾ ഉള്ളിടത്ത് അവിടെ കൂടി പ്രാർത്ഥിക്കാം. ആശ്രമങ്ങൾ ഇല്ലാത്തിടത്ത് ഏതെങ്കിലും ഭവനങ്ങളിൽ ഒത്തുകൂടി ആരാധിക്കാം. ഏതായാലും ഒരു കാരണവശാലും ആരും അത് മുടക്കരുത്. ഓരോ ശരീരവാഴ്ചകളും എത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഈ ആദർശത്തെ വളർത്തി ഉയർത്തിയതെന്ന് ആരും മറന്നു പോകരുത്. അതുപോലെ 12 സംവത്സരക്കാലം ഉന്നതനായി ൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ശാന്തിയായി വാണിരുന്ന ആ പൊന്നുതിരുമേനിയുടെ ജന്മനക്ഷത്ര മഹോത്സവമാണ് ഏപ്രിൽ മാസം 10-ാം തീയതി നടക്കുന്നത്. എല്ലാ സന്താനങ്ങളും ആർത്തിയോടെ വന്നു ചേർന്ന് എല്ലാ കർമ്മങ്ങളും ഒരുക്കി എന്റെ സന്താനങ്ങൾ തന്നെയാണ് എല്ലാം കൊണ്ടുവരുന്നത്. സന്താനങ്ങൾ തന്നെയാണ് എല്ലാം ഒരുക്കുന്നത്. സന്താനങ്ങൾ തന്നെയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ ഗുരുവും ശിഷ്യരും ഒത്തുചേർന്ന് നടത്തുന്ന ആ മഹോത്സവം അത് മനോത്സവമായി ഭവിക്കത്തക്ക വിധം എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. ആഗ്രഹിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും സർവശക്തി ഇവിടെ എത്തിക്കട്ടെ. വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യട്ടെ. അത് കഴിഞ്ഞാൽ തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരനെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരനെ. ഒരു നിശ്ചിതം നമ്മൾക്ക് ഒന്നായി തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരനെ. ഒരു നിശ്ചിതം നമ്മൾക്ക് ഒന്നായി ആത്മാക്കൾ ഒത്തുചേർന്ന് ആഘോഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പുണ്യപൂരം. കാരണം കലിയുഗാവതാരം സമ്പൂർണ്ണാവതാരമാണ്. സമ്പൂർണ്ണ മോക്ഷത്തെ കൊടുക്കുവാനുള്ള സമ്പൂർണ്ണ ജ്ഞാനത്തെ അവതരിപ്പിച്ച അവതാരമാണ്. അങ്ങനെ ഒരു അവതാരം ഭൂമിയിൽ സംഭവ്യമായ ദിനമെന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ആ പുണ്യദിനത്തെ ആഘോഷിക്കുന്നത് മാനവലോകത്തിന്റെ മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം അനുഭവിക്കുവാൻ, ആ പരമാനന്ദം അനുഭവിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ആത്മലോകം ഒരുങ്ങിക്കൊള്ളുക. ഓ ആത്മലോകമേ ഒരുങ്ങിക്കൊള്ളുക. ഭക്തലോകമേ ഒരുങ്ങിക്കൊള്ളുക. ശിഷ്യലോകമേ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ജന്മദിനം ഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ജന്മിയാകും ഗുരുവിന്റെ ജന്മദിനം ഘോഷിക്കുമ്പോൾ ഭാഗ്യമതു കൈവരുത്താം. എല്ലാവരും ഒത്തുചേർന്ന് ഒരുങ്ങുക. 10 ദിവസവും ഗംഭീരമായ പരിപാടികളോടുകൂടി എല്ലാം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പിന്നീട് ഞാൻ അറിയിക്കുന്നതാണ്.
എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം, വർഷങ്ങളായി നമ്മൾ നടത്തുന്നതാണ്, ഒരു മാറ്റവുമില്ലാത്ത ഒരു കാര്യമാണ്, നമ്മൾ എന്നായാലും നടത്തുക തന്നെ വേണം. അതെന്ത് കർമ്മമാണ്? ജന്മനക്ഷത്ര സ്തുതി. 10 ദിവസവും നമുക്ക് പ്രത്യേകമായ സ്തുതി നടത്തണം. അതിന് ശാഖകൾ തിരിച്ച് ഓരോരുത്തരെയും അറിയിക്കും. അതിനനുസരിച്ച് എല്ലാവരും വന്നു ചേരണം. 10-12 ശാഖകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പോയില്ലേലും ആരും അറിയത്തില്ല എന്നാലും വിചാരിക്കരുത്. എല്ലാം അറിയുന്ന അറിവാണ് ഗുരുരൂപം കൊണ്ട് വാഴുന്നതെന്നുള്ള സത്യം മറന്നു പോകരുത്. ആത്മപ്രചോദനം ഉൾക്കാമ്പിൽ ഉണ്ടാവുകയും മറ്റൊരാളിനെ പ്രചോദിപ്പിക്കുകയും വേണം. ചില ആളുകൾ അങ്ങനെയല്ല, കൂട്ടുകൂടി പല കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ നല്ല കാര്യത്തിന് പോകാൻ ഒരാൾ ഒരുങ്ങുമ്പോ പറയുമ്പോ ഞാൻ പോകുന്നില്ല, നീ വേണമെങ്കിൽ പൊക്കോ. ഈ മുഖവും ഈ ഭാവവും നല്ല സുഹൃത്തല്ലേ, ഈ ഭാവവും കാണുമ്പോ വിചാരിക്കും വന്നപ്പോ പോകണ്ട, അവൻ വരുന്നില്ല, അവിടെ ഞാനും പോകുന്നില്ല. അങ്ങനെയല്ല, നമ്മളിലൊരു പ്രചോദനം ഉണ്ടാവണം. എന്റെ ഗുരുവിന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്, 10 പേരെ ഞാൻ കൊണ്ടുപോകണം, 10 പേരെ എന്റെ വകയായി 10 വരണം എന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ഒരുങ്ങുവാൻ. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഉന്നതമായ നിലയിൽ ഓരോന്നും നടത്തപ്പെടുന്നത്. അങ്ങനെ ഓരോരുത്തരും ഒത്തുചേർന്ന് ഒരുങ്ങുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. എന്റെ ദേവീദേവന്മാരും പരമ്പരകളും ഈ പ്രകൃതിയും സർവ്വത്തിനും തുണയായി നിങ്ങളോടൊപ്പം നിലകൊള്ളുമാറാകട്ടെ. ആനന്ദോത്സവമായി പ്രാവശ്യത്തെ ജന്മനക്ഷത്ര മഹോത്സവം നടത്തപ്പെടട്ടെ. അത് കഴിഞ്ഞാൽ താരാസ്തുതിയുണ്ട്. അത് കഴിഞ്ഞ് താരാസ്തുതിയുടെ വ്രതത്തിനിടയിൽ സമാധിനമുണ്ട്. ഇതെല്ലാം അതിന്റെ പടിപടിയായി ഇതെല്ലാം നിലനിർത്തിയിരിക്കുന്നത് നിയമത്തിൽ കൂടി ജീവിച്ച് നിങ്ങൾ സ്വയം രക്ഷിക്കുവാൻ, സ്വയം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ആ വിധത്തിൽ ആത്മരക്ഷ ഓരോ ഹൃദയങ്ങളും അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നമ്മുടെ കർമ്മങ്ങൾ, കാർത്തിക മകീര മഹോത്സവം ഇത്ര മഹനീയമായി നടത്തി തന്ന മഹാശക്തിയെ നന്ദിയോട് സ്തുതിക്കാം. നമ്മുടെ കേരളത്തിന്റെ പ്രഥമ പൗരനായ ഗവർണർ സന്തോഷമായി ഇവിടെ എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ എല്ലാം ഒരുക്കി തന്ന മഹാശക്തിയെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവന സ്വാമിയും എത്തിച്ചേർന്നിരുന്നു. ബഹുമാന്യായ നമ്മുടെ മന്ത്രി അദ്ദേഹം സജി ചെറിയാൻ അവറുകൾ എത്തിയിരുന്നു. ഇങ്ങനെ വിശിഷ്ടാതിഥികളെ ഒക്കെ എത്തിച്ച് വളരെ വിശിഷ്ടമായി നടത്തിയത് ഈശ്വരന്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തൃപ്പാദത്തിൽ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇനിയുള്ള കർമ്മങ്ങളും ഇതിലും ഉന്നതമായി മഹാശക്തി നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉന്നതമാകുന്ന നമ്മുടെ മഹാഗോപുരം അതിന്റെ എല്ലാ വൈശിഷ്ട്യങ്ങളോടും കൂടി ഇതാ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൈതന്യവത്തായതിന്റെ പൂർത്തീകരണം കാണുവാൻ ആത്മലോകം കൊതിക്കുന്നു. ഓ, അതിൽ ഉൾപ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന ഓരോ രൂപങ്ങളും അതിനുവേണ്ടി കൊതിക്കുന്നു. എന്റെ ദേവീദേവന്മാരും ദൂത പരമ്പരകളും സർവ്വലോകങ്ങളും അതിനായി കൊതിക്കുന്നു. എല്ലാം സാക്ഷാത്കരിക്കപ്പെടുവാൻ മഹാഗോപുരം പൂർത്തീകരിക്കപ്പെടട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതി രക്ഷിക്കുമാറാകട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്ഥപതികളെയും ശില്പികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലേക്കായി ധനം മുടക്കുന്നവരെയും അതിനുവേണ്ടി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദേശരാജ്യങ്ങളിൽ കഴിയുന്ന എന്റെ പൊന്നോമനകളെ, ഓ, ഈ സമയം അവരെ കൂടുതൽ ഓർത്തുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും കഴിയുന്നത്. ആ രക്ഷ ഈശ്വരൻ അവർക്ക് ദാനം ചെയ്യുമാറാകട്ടെ. യാതൊരു അനർത്ഥങ്ങൾക്കും ഇടയാക്കാതെ മഹാശക്തി കരുതട്ടെ. എല്ലാ സന്താനങ്ങളെയും കരുതി രക്ഷിക്കട്ടെ. തൊഴിലില്ലാതെ
വലയുന്നവർക്ക് നല്ല ജോലിയും അതിനുള്ള വേതനവും ഒക്കെ ലഭിക്കുവാനിടയാകട്ടെ. എല്ലാ വിധത്തിലും ഐശ്വര്യമായി ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. യുദ്ധം അവസാനിക്കട്ടെ. യുദ്ധം പരിപൂർണമായി അവസാനിക്കട്ടെ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ആ ആത്മസംയമനവും ആത്മരക്ഷയും മുൻപിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ രാഷ്ട്രത്തലവന്മാർക്ക് ഉത്ബോധം ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. അതിന് ഈ ബോധമല്ലാതെ അതിന് വേറൊരു മാർഗമില്ല. ഈ ബോധം അവരിൽ ഭവിക്കുവാൻ തക്ക വിധത്തിൽ ഈശ്വരൻ ഇടയാക്കട്ടെ. ആത്മബോധം വളരട്ടെ. ആത്മബോധം വളരട്ടെ. ആത്മലോക രക്ഷ പ്രാപിക്കട്ടെ. അതിനായി ആത്മനാഥൻ വാഴുമാറാകട്ടെ. അതിനായി ആത്മനാഥൻ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായ ലോകത്തിൽ വാഴുമാറാകട്ടെ. തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. ആനന്ദമനുദിനം ദാനമായി നൽകും. തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയും. ആനന്ദമനുദിനം ദാനമായി നൽകും. തിരുവിഷ്ടം Hallelujah.